അസ്സലാമലൈക്കും. ഞാൻ ഡോക്ടർ ഫസ്ന, തെങ്ങിൻതോട്ടത്തിൽ അബൂബക്കർ ഹാജിൻ്റെ ആയിഷയുടെ മകളാണ്. ചെറിയൊരു ടെൻഷനുണ്ട്, ആദ്യമായിട്ടാണ്, കൈയെല്ലാം വരയ്ക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഈ കുടുംബസംഗമത്തിൽ ഡെൻ്റൽ അവയർനെസ് പ്രോഗ്രാം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ജസ്റ്റ് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സാധാരണയായി പല്ലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ കാരണങ്ങളും, പിന്നെ ദൈനംദിനം പാലിക്കേണ്ട ലളിതമായ ശുചിത്വശീലങ്ങൾ, ഭക്ഷണശീലങ്ങളുടെ പ്രാധാന്യം, പിന്നെ റെഗുലറായിട്ടുള്ള ഡെൻ്റൽ ചെക്കപ്പിൻ്റെ ആവശ്യകത. എന്തുകൊണ്ടാണ് നമ്മുടെ ഡെൻ്റൽ ചെക്കപ്പ് നമ്മുടെ ഓറൽ ഹൈജീൻ എങ്ങനെ എത്ര പ്രാധാന്യമാണ് എന്നുള്ളത്, അത് മെയിനായിട്ട് ഹാർട്ടിൻ്റെ ഹെൽത്ത്, ഓവറോൾ ഹാർട്ടിൻ്റെ ഹെൽത്തിന് അത് ലിങ്ക്ഡ് ആണ്. അതേപോലെ പ്രോപ്പറായിട്ടുള്ള ച്യൂയിങ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഡൈജഷൻ ഉണ്ടാവുള്ളൂ. അതേപോലെ നമുക്കൊരാളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വായനാറ്റുള്ള ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, നല്ലൊരു ഓറൽ ഹൈജീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടുള്ളൂ. പിന്നെ ഞാനൊരു ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ആർക്കെങ്കിലും ഇതുവരെ ഒരു പല്ല് പോലും കേടുവരാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കാം. ആരുമില്ല. ഉണ്ടോ? ആരാ ഉള്ളത്? ഒരാള്. പിന്നെ ഓക്കെ, 1 2. പിന്നെ അല്ല, അത് നമുക്ക് സത്യം മാത്രമേ പറയുള്ളൂ, അത് ഉറപ്പാണ്. ഓക്കെ, 2 പേർക്ക് ഇതൊന്ന് പാസ് ചെയ്യോ? ഒരുപാട് സന്തോഷം. ഇതുവരെ ഒരു പല്ല് പോലും കേടുവരാത്തതായിട്ടുണ്ടായതുകൊണ്ട് ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് പല്ല് കേടുവരാനുള്ള മരുന്ന് ഡോക്ടർ സപ്ലൈ ചെയ്തിരിക്കുന്നു. അത് നമ്മളൊരു സന്തോഷത്തിന്റെ മാത്രം നൽകുന്നതാണ്, അല്ലാതെ സ്ഥിരമായിട്ട് കഴിക്കാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പല്ലിന്റെ പ്രശ്നങ്ങളാണ് മേലത്തത് പല്ല് ദന്തക്ഷയം, പിന്നെ പുളിപ്പ്, പിന്നെ വായനാറ്റം, പിന്നെ 4മത്തേതാണ് മോണരോഗം. ഇത് പലരും ശ്രദ്ധിക്കാത്ത ഒരു കാരണമാണ്. എപ്പോഴും വൈകി നമ്മുടെ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്ന ഒരു മെയിൻ റീസൺ ആണ് ഇത് മോണരോഗം. പലപ്പോഴും പേഷ്യൻസ് വരിക പല്ല് ഇളകി കഴിഞ്ഞിട്ടാണ് വരിക. മെയിൻലി ഒരു 40+ ഒക്കെ ആയ ആൾക്കാരാണ്, ചെറുപ്പക്കാരായ ആൾക്കാർ വന്നിട്ട് പറയും, ഡോക്ടറെ പല്ല് ഇളകുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുമെന്ന്. ഒരിക്കലും നമുക്ക് അതിനൊരു പല്ല് ഇളകി കഴിഞ്ഞാൽ, കൂടുതൽ ഇളകി കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പല്ല് പറിക്കാന്നല്ലാതെ വേറൊരു ഓപ്ഷൻസ് ഇല്ല. അപ്പം ഡെയിലി ഒരു ഇയർലി വൺസ് എന്നെങ്കിലും ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് പല്ല് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അപ്പം നമ്മൾ അത് പഠിച്ചു. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പല്ലിന് ഇഷ്യൂസ് വരാം? ഓക്കെ, ആദ്യം തന്നെ പുവർ ബ്രഷിങ്. അതായത് എൻ്റെ അടുത്ത് കുറേ പേഷ്യൻസ് വരാറുണ്ട്, ഞാൻ 5 നേരം ബ്രഷ് ചെയ്യാറുണ്ട്, 5 നേരം നിസ്കരിക്കുന്ന കൂട്ടത്തിൽ, എന്നിട്ടും എൻ്റെ പല്ല് കേട് വന്നു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട്. അവർ ബ്രഷ് ചെയ്യുന്ന രീതിയിലാണ് പ്രശ്നം, അല്ലാതെ 5 നേരം ബ്രഷ് ചെയ്തിട്ട് കാര്യമില്ല. പ്രോപ്പറായിട്ടുള്ള ബ്രഷിങ്ങും ഫ്ലോസിങ്ങും ചെയ്യണം. പിന്നെ വരുന്നത് ഷുഗറി ആയിട്ടുള്ള ഫുഡും ഡ്രിങ്ക്സും, ലൈക്ക് കൊക്കക്കോള, പെപ്സി, അതേമാതിരി പലഹാരങ്ങൾ, അതൊക്കെ. പിന്നെ ലീസ്റ്റ് കോമൺ ആയിട്ടുള്ള സ്മോക്കിംഗ് ആൻഡ് പാൻ ച്യൂയിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്യാൻസർ പോലത്തതൊക്കെ ആദ്യം ഡയഗ്നോസ് ചെയ്യുക നമ്മുടെ വായിലാണ്. പിന്നെ ഇറഗുലർ ആയിട്ടുള്ള ഡെന്റൽ ചെക്കപ്പ്. ഒരാൾ ഒരു വർഷം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഡെന്റിസ്റ്റിനെ കാണുക ഒരു 5-6 വർഷം കഴിയുമ്പോഴാണ്. ആദ്യമൊക്കെ നമുക്ക് മടിയായിരിക്കും ഒരു ഡോക്ടറെ അടുത്ത് പോവാന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് ഈസിലി ആക്സസിബിൾ ആണ് അവരൊക്കെ. ആലിപ്പറമ്പത്തെ ഡോക്ടർ ഫായിസ് ഉണ്ട്, ഇവിടെ കട്ടാങ്ങൽ തന്നെ. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഡോക്ടർ സഫ, ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്. ഞാൻ ആരും വിട്ടുപോയിട്ടുണ്ട്, ശ്രമിക്കണം. അപ്പം ഒരു മടിയും കൂടാതെ നമുക്ക് അവരുടെ അടുത്ത് പോവാം,
അവരോട് നമ്മുടെ ഡൗട്ട്സ് ചോദിക്കുക, അവരൊന്ന് വിസിറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഏർലി ഡയഗ്നോസ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇനി നമ്മൾ അതൊക്കെ പഠിച്ചു. ഇനി ഡെയിലി നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ പല്ലിന് ചെയ്യാം. മിനിമം ഒരാൾ 2 മിനിറ്റിൽ മിനിമം 2 നേരം ബ്രഷ് ചെയ്യാം. ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴും ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാം. സ്പെഷ്യലി കിഡ്സിന് ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാം. വലിയവർക്ക് ഉപയോഗിക്കണമെന്നില്ല, കുട്ടികളിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ കുട്ടികളിൽ അത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ചെറിയ പീനട്ട് സൈസിൽ ചെറിയ എമൗണ്ടിൽ മാത്രമേ പേസ്റ്റ് എടുക്കാൻ പാടുള്ളൂ. പിന്നെ വലിയ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക, ജെൽ ഉപയോഗിക്കാതെ. കുട്ടികളിൽ ഉപയോഗിക്കുമ്പോൾ അവരത് തുപ്പുന്നുണ്ടോ ശ്രദ്ധിക്കണം. ഇറക്കി കഴിഞ്ഞാൽ ഫ്ലൂറോസിസ് പോലത്തെ രോഗങ്ങൾ ഭാവിയിൽ വരാം, ലൈക്ക് എല്ലിനെയും പല്ലിനെയും ഒക്കെ ബാധിക്കുന്നതാണ്. ഇറക്കാതെ നോക്കണം. പിന്നെ ഇനി എങ്ങനെ നമുക്ക് ബ്രഷ് ചെയ്യാം? ബ്രഷ് നമ്മൾ എപ്പോഴും ചെയ്യാം, എല്ലാവരും നമ്മുടെ ഈ ഒരു മസിൽ ഉപയോഗിച്ചിട്ടാണ് ബ്രഷ് ചെയ്യുക. ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യുക, ഈ ഒരു മസിൽ ഉപയോഗിക്കാൻ പാടില്ല. എപ്പോഴും നമ്മുടെ റിസ്റ്റിൻ്റെ ഈ ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ബ്രഷ് ചെയ്യുന്നത്. നമ്മൾ അമർത്തി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന് തേയ്മാനം കാര്യങ്ങളൊക്കെ വന്ന് പുളിപ്പൊക്കെ വരാനുള്ളത് കിട്ടും. എപ്പോഴും ഈ ഒരു ഫോഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അമർത്തി ബ്രഷ് ചെയ്യേ പാടില്ല. പിന്നെ എപ്പോഴും ബ്രഷ് ചെയ്യുമ്പോൾ മുന്നിലെ പല്ല് സർക്കുലർ മോഷൻ വൃത്താകൃതിയിലും അപ്പ് ആൻഡ് ഡൗൺ മുകളിൽ താഴോട്ടേക്കും ബ്രഷ് ചെയ്യുക. ബാക്കിലും അങ്ങനെ തന്നെ സെയിം അതേപോലെ ബ്രഷ് ചെയ്യുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് തുപ്പിക്കളയാറക്കരുത് കേട്ടോ. പിന്നെ എപ്പോൾ നമുക്ക് ബ്രഷ് മാറ്റണം? എവറി 3 months നമുക്ക് നമ്മുടെ ബ്രഷ് മാറ്റണം. ഇൻ കേസ് അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴാണോ നിങ്ങളുടെ ബ്രഷ് വോൺ ഔട്ട് ആവുന്നത്, വിടർന്നു വരുന്നത്, ആ സമയത്ത് ബ്രഷ് മാറ്റൽ നിർബന്ധമാണ്. പിന്നെ നമ്മൾ ആരും യൂസ് ചെയ്യാത്തൊരു കാര്യമാണ് ടൂത്ത് പിക്ക്. ഓക്കെ, ടൂത്ത് പിക്കാണ് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഫ്ലോസിങ് നമ്മൾ ആരും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ പരിപാടിയിൽ തന്നെ ടിഷ്യൂ പേപ്പറിൻ്റെ കൂടെ ടൂത്ത് പിക്ക് കാണലുണ്ട് ഞാൻ എല്ലാ പരിപാടിയിലും. അത് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. നമ്മുടെ കണ്ണാടിയിൽ ഒരു സ്ക്രാച്ച് വരുന്നത് പോലെയാണ് ടൂത്ത് പിക്ക് വെച്ച് നമ്മൾ പല്ല് കുത്തി കഴിഞ്ഞാൽ അവിടെ അത് വലിയ ഹോളായിട്ട് വന്നിട്ട് രോഗത്തിനൊക്കെ അത് വലിയ കാരണമാവും. ഡെയിലി ഈ ഫ്ലോസ് വന്ന സംഭവം ഈസിലി അവൈലബിൾ ആണ് ഫാർമസിയിലൊക്കെ. എല്ലാവരും ഡെയിലി വൺസ് ഒരു ഫ്ലോസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പല്ലിൻ്റെ ഇടകളൊക്കെ വൃത്തിയാക്കാൻ ഈ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. അല്ലാതെ ടൂത്ത് പിക്ക് ആരും യൂസ് ചെയ്ത്, എൻ്റെ ഉപ്പ പോലും ടൂത്ത് പിക്ക് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാവരും അത് ഒഴിവാക്കി. ഇപ്പം തന്നെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാം. പിന്നെ എപ്പോഴും സോഫ്റ്റ് മീഡിയം ബ്രഷസ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ എന്തൊക്കെ ഭക്ഷണ രീതി നമ്മളുടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാവർക്കും അറിയാമല്ലോ, ഹെൽത്തി ഫുഡ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ അത് ലിമിറ്റ് ചെയ്യാം. ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറയുന്നില്ല, എല്ലാം ലിമിറ്റ് ചെയ്യാം. പിന്നെ എപ്പോഴും ഇയർലി വൺസ് ഡോക്ടറെ കാണുക. ഒരു 100 150 കൂടുതലായ 200 രൂപ അത്രേ ആവുള്ളൂ ഒരു ഡെന്റിസ്റ്റിനെ കാണാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊന്ന് ജസ്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ യാതൊരു മടിയും വേണ്ട. എല്ലാവരും വൺസ് ഇൻ എ ഇയർ ഒരു ഡെന്റിസ്റ്റിനെ കാണുക. പിന്നെ ഇടയ്ക്ക് സ്കെയിലിങ് ചെയ്യുക, അതായത് ക്ലീൻ ചെയ്യുക അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ. പിന്നെ കിഡ്സിനുള്ള ടിപ്സ് എന്താണെന്ന് വെച്ചാൽ അവരെ എൻകറേജ് ചെയ്യാം. അവരുടെ ഒരു ഡെയിലി റൂട്ടീനിൽ ഇതൊരു ഹാബിറ്റാക്കി മാറ്റുക. ലൈക്ക് അവർക്കൊരു ടൈമേഴ്സ് കൊടുക്കാം, സോങ്സ് കൊടുക്കാം, എന്തെങ്കിലും റിവാർഡ്സ് കൊടുക്കാം അവർ ബ്രഷ് ചെയ്യുന്നതിന്. പിന്നെ എപ്പോഴും എൻ്റെ മകൻ 5 വയസ്സായി, മകൾ 5 വയസ്സായി, ഇനി അവന് നോക്കണ്ട, അവൻ ബ്രഷ് ചെയ്തോളൂ എന്ന് പറയാൻ ഒരിക്കലും ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ഒരു 7 to 8 years വരെ അവരെ സൂപ്പർവൈസ് ചെയ്യുക. അവർ ബ്രഷ് ചെയ്യുന്നത് കറക്റ്റാണോ, എല്ലാ പല്ലിലും ബ്രഷ് എത്തുന്നുണ്ടോ എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികളിൽ കാണുന്നതാണ് മോളാസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് പാരൻസിന് അവെയർ അല്ല അത് പുതിയ പല്ലാണോ പഴയത് പോകാനുള്ള പല്ലാണോ എന്നുള്ളത്. പെർമനൻറ്റ് ടൂത്താണ് അത് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് അണപ്പല്ലൊക്കെ 7-8 വയസ്സിലൊക്കെ പറിച്ചു പോകുന്നത്. കുറച്ചു കാലമേ നിൽക്കണ്ടേ പല്ല്, അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പല്ല് ആവശ്യമുള്ളത് കൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കാം. പിന്നെ അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡെയിലി ബ്രഷ് ചെയ്യുക, ഫ്ലോസ് ഉപയോഗിക്കുക, ടൂത്ത് പിക്ക് ഒഴിവാക്കുക. ഓക്കെ, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഷുഗറി ഫുഡ്സ് ഒഴിവാക്കുക.
പിന്നെ റെഗുലർ ആയിട്ടുള്ള ഡെന്റൽ വിസിറ്റ്, വൺസ് ഇൻ എ ഇയർ നിങ്ങൾ എല്ലാവരും ഒരു ഡെന്റിസ്റ്റിനെ കാണുക. നിങ്ങൾക്ക് പൈസയും ഒരു എക്സ്പെൻസും കുറയും. കൂടുതൽ അങ്ങോട്ടേക്ക് റൂട്ട് കനാൽ ഇംപ്ലാന്റ് ഒക്കെ വരുമ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആണ്. ഇത് ജസ്റ്റ് ഒരു 500-1000 രൂപയോട് പല്ല് അടയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുട്ടികളിലും നമ്മുടെ ഈ ഒരു ഹാബിറ്റ് കൊടുക്കുക, അവരും ബ്രഷ് ചെയ്ത് പഠിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് ഇവിടെ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം നൽകിയ നമ്മുടെ കുടുംബ സംഗമത്തിൻ്റെ ഭാരവാഹികളോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ഈ ഒരു പ്രസൻറ്റേഷൻ ഇവിടെ അവതരിപ്പിക്കാൻ എനിക്ക് സപ്പോർട്ടും ധൈര്യവും തന്ന എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ഫസിലിനോടും, ആളിവിടെ ഇല്ല, എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ശരി, അസ്സലാം. അടുത്തതായി വേദിയിൽ പിലാശ്ശേരി കുടുംബത്തിൻ്റെ പരിചയപ്പെടൽ സെഷനാണ്. പിലാശ്ശേരി ഫാമിലിയിൽപ്പെട്ട എല്ലാ അംഗങ്ങളും മുൻപോട്ട് വരേണ്ടതാണ്. പിലാശ്ശേരി കുടുംബത്തിൻ്റെ പരിചയപ്പെടൽ ആരംഭിക്കാനിരിക്കുന്നു. ഫാമിലിയിൽപ്പെട്ട എല്ലാവരും മുൻപോട്ട് വരിക. അതിനു മുൻപായി ഏതാനും സെഷനുകൾ